ഹലോ. ഹലോ, റിയ കത്തലിയല്ലേ? അതെ. എനിക്കൊരു സംശയം ഉണ്ട്, അത് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്ത് പറ്റി? എന്താ പറ്റിയത്? സംശയം എന്തായിരുന്നു? എന്താ? എന്തായിരുന്നൂന്ന്? റിയ കത്തലിയുടെ പല പ്രസംഗങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. ആ, അപ്പൊ അതിലൊക്കെ പറയുന്നുണ്ട് അള്ള ഇല്ല അള്ള ഇല്ല എന്ന്. എല്ലാത്തിലും എന്താ ദിക്റാണോ? അല്ല ഇല്ലാതെ അല്ലാന്ന് പറയാം. അല്ല, പറയണ വാക്കുകളിലൊരു ദൈവവിശ്വാസം ഇല്ലായ്മ വരുന്നുണ്ടെന്നാണ് ഞാൻ ഉണ്ട്. പറഞ്ഞോളൂ. ആ, ആ. ഇല്ലേ? അതല്ല, അങ്ങനെ ഇല്ല അള്ള ഇല്ലാന്ന് നിൽക്കുന്നല്ല. ഉം, അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഉം. ഈ അള്ള ഇല്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെ നിയന്ത്രിക്കണത് ആരാണ്? അത് എല്ലാവർക്കും വേറെ കൂടെ ഒന്നിച്ച് ചോദ്യമല്ലേ? ഭരിക്കാൻ പറ്റേ? അത് വേറെ ചോദ്യല്ലേ? ആ, അല്ല, ചോദ്യം ഇത് തന്നെയാ. അല്ല, വേറെ വാസ്തവമില്ല. ചോദ്യം. അതായത് ഈ ലോകമുണ്ട് എന്നതുകൊണ്ട് അള്ളാഹ് ഉണ്ടായിരിക്കണം എന്ന് നമ്മളുടെ ഒരു ചിന്തയല്ലേ? ആ, അതിന്റെ ഉത്തരം അതാ, ഈ ലോകം ഇങ്ങനെ ഉണ്ട് എന്നതുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉത്തരം കിട്ടുന്നേ ഇല്ല. എന്താ? അങ്ങനെയല്ല, അള്ളയില്ല, ശരി. നമുക്ക് അള്ളാഹു എന്ന ഉത്തരം അങ്ങനെയാണെങ്കിൽ ഈ ലോകം കാണുന്ന എല്ലാവരും അള്ളാഹു ഉണ്ട് എന്നൊരു ചിന്തയിലേക്ക് എത്തണമായിരുന്നു. ഉം. അങ്ങനെയല്ല, അള്ളാഹു ഉണ്ട് എന്നുള്ള ചിന്ത നമ്മൾ ചെറിയ പ്രായം തൊട്ട് മദ്രസയിലൊക്കെ പറഞ്ഞയച്ച് വീട്ടിലുള്ള ഉമ്മയും വാപ്പയും വല്യമ്മയും വല്യപ്പയും ഇളയപ്പയും അമ്മായി എല്ലാരും കൂടെയാണ് നമ്മളെ ഉള്ളിലുള്ള ഈ അള്ളാനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉം. മനസ്സിലായോ? എന്നിട്ട് അവര് വെച്ച് തരുന്ന ചോദ്യമാണിത്. അള്ളയാണ് അവര് ഇതൊക്കെ വെച്ച ഉണ്ടാക്കിയത്. ചോദ്യമൊന്നുമല്ല. ഞാൻ അങ്ങനെ ഒരു ഇതില് അല്ല. അങ്ങനെ ഞാൻ ശരിക്കും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഉം. ഈ സുന്നിയുടെ ആദർശങ്ങളാകയോ അല്ലെങ്കിൽ മുജാഹിദിന്റെ ആദർശങ്ങളാകയോ സുന്നി ഞാൻ മുജാഹിദൊക്കെ അംഗീകരിക്കുന്ന വേറെ. ഞാൻ പറയുന്നത് ഉം. ഇപ്പൊ ഈ ദൈവം ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയത്, ഇപ്പൊ ഹിന്ദു മതത്തിലൊരു സങ്കല്പമുണ്ട്. എന്താ പറയാ, ഈ പ്രപഞ്ചം തന്നെയാണ് ശക്തി, പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്ന് പറയും. പ്രപഞ്ചം എന്ന് പറഞ്ഞ ദൈവം അല്ലേ? ഉം. അത് തന്നെ അതല്ലാന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെ സ്ഥാപിക്കും? ഇതൊരാൾ തച്ചിനിരുന്ന് പണിതതാണ്. അതായത് ദൈവവും ഈ കാണുന്ന പ്രപഞ്ചവും രണ്ടല്ല, പ്രപഞ്ച ഒന്ന് ശക്തി തന്നെയാണ്. എന്ന് പറയുന്നതാണ് അള്ളാഹു. നമ്മൾ പറയും അള്ളാഹു, മറ്റുള്ളവർ പറയും ദൈവം. പിന്നെ പല അങ്ങനെയല്ല, കോലത്തില് ഹിന്ദുക്കൾക്കത്ത് അങ്ങനെയല്ല. അത് ക്രിസ്തുക്കൾക്കൊക്കെ 33,000 പ്രപഞ്ചം ദൈവങ്ങളുണ്ട്. തന്നെയാണ് ദൈവം എന്ന് പറയുന്നതും ദൈവം സൃഷ്ടിച്ചതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞ രണ്ട് കാര്യല്ലേ? അല്ല, അങ്ങനെ പ്രപഞ്ചം ദൈവം സൃഷ്ടിക്കാതെ ഇത് സൃഷ്ടിക്കാതെ സാധനം ഉണ്ടാവുക ലോകത്തില്? അത് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാനല്ലേ പറ്റുള്ളൂ. നമ്മളെ മുമ്പിൽ ഇപ്പൊ ഇങ്ങനെ പ്രപഞ്ചം ഉണ്ട് അല്ലേ? നമ്മള് ജനിച്ചു, നമ്മൾ പിന്നീട് മനസ്സിലാക്കി ഇത് ഭൂമി എന്നാണ് നമ്മൾ ഈ ഗ്രഹത്തിനെ വിളിക്കുന്നത്. നമ്മൾ നോക്കുമ്പോ ആകാശത്ത് സൂര്യൻ എന്ന് വിളിക്കുന്ന, നമ്മളെല്ലാരും സൂര്യൻ എന്ന് വിളിക്കുന്ന, സൂര്യൻ എന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല സൂര്യന്റെ പേര് സൂര്യനാണ്. അങ്ങനെ സൂര്യൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഒരു നക്ഷത്രം ഉണ്ട്. ആ നക്ഷത്രത്തിന്റെ ചുറ്റുമാണ് ഭൂമി ഇപ്പൊ കിടന്ന് കറങ്ങുന്നത്. നമുക്കിപ്പം അറിയാം. ചന്ദ്രൻ ഇപ്പൊ നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയതാണ്. ഈ ഭൂമിയെ കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അള്ളാഹു എന്നും അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാനെന്നും പറഞ്ഞ് മുഹമ്മദ് നബി വരുന്ന സമയത്ത് ഇത് നക്ഷത്രമാണെന്നൊന്നും അറിയില്ല. മുഹമ്മദ് നബി മാത്രല്ലല്ലോ വന്നിട്ടുള്ളൂ. അല്ല, ആര് വന്നാലും അവർക്ക് ഇത് നക്ഷത്രമാണെന്ന് മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല, അത് ഭൂമി സൂര്യനെ ചുറ്റാണെന്ന് മനസ്സിലായിട്ടില്ല. അതൊക്കെ നമ്മൾ കണ്ടെത്തുന്നതാണ്. അവർക്കറിയാലോ. നക്ഷത്രം വേറെ സൂര്യൻ വേറെ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ആ കാലത്ത്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം സൂര്യനും ആ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലൊരു നക്ഷത്രമാണെന്നും ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണെന്നും, അല്ലെങ്കിൽ നമ്മൾ സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്രമായതുകൊണ്ട് അത് അങ്ങനെയാണ്. മറ്റത് ഒരുപാട് പ്രകാശവർഷം ദൂരെ ആയതുകൊണ്ടാണ് അത്ര ചെറുതായി കാണുന്നത് എന്നൊക്കെ നമുക്കിപ്പോ അറിയാം. ഈ അറിവ് നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കിയത്? നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്തത്. അങ്ങനെ അന്വേഷിക്കേണ്ട വിഷയമാണ് അങ്ങനെ നമുക്ക് അന്വേഷിക്കാവുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ചം. അതായത് നമ്മൾ ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും ബുധനും ശുക്രനും ഒക്കെ അപ്പുറത്തേക്ക് സൂര്യൻ പോലെ അനേകായിരം ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടെന്നും ലക്ഷക്കണക്കിന് ഇത്തരം നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടെന്നും ഇങ്ങനത്തെ ഇതുപോലെയുള്ള ഗാലക്സികൾ ഉണ്ടെന്നും ഒക്കെയുള്ള അറിവിൽ ഇതിന്റെ ഒക്കെ പിന്നിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ഇവിടുന്ന് അന്വേഷിക്കാം, ശ്രമിക്കാം മനുഷ്യർക്ക്. അത്രല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇതെല്ലാം ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ ആ ആള് നമ്മൾ അള്ളാഹു എന്ന് പേരിട്ട് വിളിക്കുകയും ആ അള്ളാഹു മനുഷ്യർക്ക് ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി മലക്കനെ പറഞ്ഞയച്ചിട്ട് കിതാബ് ഇറക്കി കൊടുത്തു എന്നും
ആ കിതാബിൽ പറയപ്പെടുന്ന ആളാണ് അള്ളാഹു എന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഈ കിതാബ് ഇറക്കി കൊണ്ടുവന്ന് കൊടുത്ത ആൾക്ക് ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഞാൻ അത്രയ്ക്ക് ദൂരമുള്ള ആളല്ല. പിന്നെ ഒരു കാര്യം, അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മളാരും ഇപ്പൊ അത്ര വിവരമുള്ള ആൾക്കാരൊന്നും അല്ല. ഞാൻ പറയണ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ചുറ്റുമുള്ള പ്രതിഭാസങ്ങൾ, പ്രപഞ്ചത്തെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം, പഠിക്കാൻ ശ്രമിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മളൊരു കാര്യത്തിലേക്ക് ഒരു കൺക്ലൂസീവ് ആയിട്ട് ഇപ്പൊ ഒരു കാര്യം ഉറപ്പിച്ച് നമ്മൾ പറയണമെങ്കിൽ അതിന് നമ്മൾക്ക് കൃത്യമായ തെളിവ് വേണം. അള്ളാഹു എന്ന പ്രപഞ്ച ദൈവം എന്ന ഈ വിശ്വാസത്തിലാകെയുള്ള തെളിവ് ഖുർആനാണ്. ഖുർആനാണെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ച് ഒരുപാട് മണ്ടത്തരങ്ങൾ. അതിനു മുമ്പ് 4 വേദങ്ങളുണ്ടല്ലോ. ഇല്ല, ദൈവത്തിൽ അവിടെ ഒന്നും അള്ളാഹു ഇല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ റസൂല് വരൂന്ന് ക്രിസ്ത്യാനികളുടെ തൗറാത്ത് അങ്ങനെയൊന്നും അതൊന്നും ഇത് കണക്റ്റഡ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യമല്ല. തൗറാത്തിലും പിന്നെ ഇഞ്ചീല് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായില്ല. ഈ ബൈബിൾ ആണെങ്കിൽ ബൈബിളിലും തൗറാത്തിലും ഒന്നും ഇങ്ങനെ അള്ളാഹു എന്നൊരു ദൈവവും ഇല്ല, ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതവും ഇല്ല. നിങ്ങൾ ഈ പറയുന്ന പോലത്തെ മറ്റൊരു അന്ത്യൻ നബി വരുമെന്ന് തൗറാത്തിലുണ്ട്. അത് അനേക ഗ്രന്ഥങ്ങൾ ഇപ്പൊ ഇസ്ലാമിലും ഇല്ലേ? ഇനി ഒരാൾ വരുന്നു, മഹദി വരുന്നു. ഇനി ഒരാൾ വരുന്നു, ഇസ്ലാമിലില്ല. മഹദി ഇമാമ് വരൂലേ? അത് മഹദി ഇമാമാണ്. റസൂല് വരുന്ന അവിടെ ഒരു കിതാബിലും ഇല്ല. ആര് പറഞ്ഞു റസൂല് അന്ത്യ നബി വരുമെന്ന്? അന്ത്യ നബി എന്നൊരു പ്രയോഗം ബൈബിളിലൊന്നും ഇല്ലെന്നേ. നബി എന്ന പ്രയോഗം ഇല്ല, പ്രവാചകൻ എന്ന പ്രയോഗം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. ഇല്ല. നീ ഇപ്പൊ അടുത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ പ്രപഞ്ച ശക്തി ഇല്ല എന്ന് വിചാരിക്കുക, അല്ല അള്ളാഹു ഇല്ല എന്ന് വിചാരിക്കുക. നമ്മളൊന്നും വിചാരിക്കണ്ടെന്ന്, നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞു. എന്നാ ഇപ്പൊ ഇത്രയും നാളും കൊണ്ട് നീ സൂര്യനല്ലേ, എന്നാ പുള്ളിക്ക് വേറൊരാൾക്ക് പറയാൻ നീ അവിടെ നിൽക്കും, ഞാൻ ചിറ്റട്ടെ എന്ന് പറയാൻ പാടില്ല. ചന്ദ്രന് എനിക്ക് പകലിറ്റാം, ഞാൻ രാത്രി ആയിക്കോന്ന് പറയാൻ പാടില്ലേ? അതുകൊണ്ട് ഇതൊക്കെ ഈ വിശ്വാസികൾക്ക് മാത്രമുള്ള ചില കൺഫ്യൂഷൻസ് ആണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരാൾ കറക്കി വിട്ടതോ വേറൊരാൾ പിടിച്ചു നിർത്താൻ വേണ്ടി പാടുപെടുന്നതോ ആയിട്ടുള്ള സംഭവമൊന്നും അല്ല. ഇത് പ്രപഞ്ചത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. അതെന്തുകൊണ്ടാണ് സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെ ചുമ്മാ പ്രപഞ്ചം ഉണ്ടാവോ? അതൊക്കെ നമുക്ക് അന്വേഷിക്കാന്ന് ഞാൻ പറഞ്ഞത്. ചുമ്മാ ഉണ്ടായതായിട്ടാണ്. അതായത് ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഈ രണ്ട് സങ്കല്പങ്ങൾ തമ്മിലാണല്ലോ. ഇതെങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കാം. ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ സമഗ്രമായി നടക്കുന്നുണ്ട്. ആ പഠനങ്ങളുടെ ഭാഗമായി ലഭിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ദൈവം ഉണ്ടാക്കി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മൂല്യന്മാര് പോലും പ്രസംഗിക്കുന്നത്. അല്ലാതെ ദൈവം പറഞ്ഞയച്ച ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയപ്പെടുന്ന ആള് പറഞ്ഞയച്ച കിതാബിൽ ഇതൊന്നുമില്ല. ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ഓരോന്നിനെയും ഓരോ നിലയ്ക്ക് സൃഷ്ടിച്ചേക്കണതാണ് അള്ളാഹു എന്നാണ് ഞാൻ പഠിച്ചേക്കണത്. ഞാൻ പഠിച്ചേക്കണത് അല്ല, പഠിപ്പ കിതാബിനല്ല കുഴപ്പം. ഞാൻ കിതാബിനാണ് പ്രശ്നം. ആ കിതാബാണ് ഇപ്പോ ഞാൻ പറയുന്നത്. ദൈവവും പ്രപഞ്ചവും നമ്മളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഉള്ള ഒരു തെളിവ് എന്ന് പറയപ്പെടുന്നത് ഖുർആനല്ലേ? അല്ലേ? അതില് പരമാബദ്ധങ്ങളാണെന്ന്. ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഇത് ഉണ്ടാക്കി വെച്ച പഠിച്ചവൻ അറിയില്ലേ ഇതെങ്ങനെയാ ഉണ്ടായെന്ന്? പക്ഷെ അറിയില്ലാന്ന്. പക്ഷെ ഒരു കാര്യം, 24 വർഷത്തോളം അല്ലേ റസൂല് ലോകത്ത് പ്രബോധനം നടത്തിയുള്ളൂ? 23 വർഷം. 23 വർഷം 6 മാസം 16 ദിവസം അങ്ങനെ. അതില് ഞാൻ വിട്ടു കേട്ടോ, എനിക്ക് പ്രായമുള്ള ആളാ. അപ്പൊ ചെറുതായിട്ട് വിട്ടു. അപ്പോ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഉരുട്ടി വെക്കാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ചന്ദ്രനിൽ പോകുന്ന പോലും ഖുർആനിലുണ്ടല്ലോ. എല്ലിയാകത്തല്ലേ? എവിടെയില്ല, ഉണ്ടല്ലേ? അന്ന് പഠിക്കുന്നേ. പിന്നെ ഒരു കാര്യം, ഞാൻ പഠിച്ചേക്കണ, ഞാൻ അറബി കോളേജിൽ പോയി അങ്ങനൊന്നും പറയാൻ ഞാൻ വെച്ചിട്ട് ചന്ദ്രനിലേക്ക് മനുഷ്യന്മാര് പോകുന്നൊന്നും ഖുർആനിലില്ല. ഉണ്ടെന്നേ ഇല്ല. പവഴമുത്തും കിട്ടിക്കൊണ്ടിരുന്ന എവിടെ നിന്നായിരുന്നു? അതല്ല, പണ്ട് കാലം മുതലേ കടലിന്നാണ്. കടലിന്ന് വേറെന്ത് കിട്ടൂന്ന് പറഞ്ഞേക്കണായിരുന്നു ഖുർആനിലുള്ളതേ. ഇപ്പൊ നമ്മുടെ ഈ പുള്ളിയുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരു അശ്വമേധം നടത്തുന്ന ഒരു പുള്ളിയില്ലേ? അശ്വമേധം നടത്തുന്ന പുള്ളി പേരെന്താ? പേര് പ്രദീപ്.
GS പ്രദീപ്. ഞാൻ പുള്ളിയുടെയും പരിപാടി കാണുന്ന. പുള്ളി വളരെ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഒരു പുള്ളി വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി വളരെ വെയ്ഗായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇല്ല പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. ആരിഫ് മുഹമ്മദിനൊക്കെ വലിച്ചു തരുന്ന വ്യക്തിയാവില്ല. അതുപോലെ നമ്മുടെ ഈ ആരിഫ് മുഹമ്മദിനെ വലിച്ചു തരുന്ന ആൾ ഇയാളാ, ഒരു പോലീസ് ഓഫീസർ, പേരൊക്കെ വിട്ടു. ആരായിട്ടും കാര്യമില്ലെന്നേ, ഇതിനകത്തൊന്നും ഇല്ല. അറബി കോളേജിൽ പഠിപ്പിച്ച ആരാ നിങ്ങളെ പറ്റിച്ചത്? ഇല്ലില്ല, ഞാൻ അറബി കോളേജിൽ പഠിച്ചതിന്റെ അല്ല, ഞാൻ അല്ലാതെ പഠിച്ച 10 കിതാബ് ഓതി. ആ കിതാബൊന്നും അതല്ല ഉദ്ദേശം. പക്ഷെ ഞാൻ അല്ലാതെയും പഠിക്കുന്ന ഒരാളാ. ഒരു മാസത്തില് ഇപ്പൊ ഞാൻ 6 ദിവസം കൊണ്ട് ഖത്തം തീർത്ത വ്യക്തിയാ. പറഞ്ഞോളൂ. പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ചു എന്നാണല്ലോ, എത്ര ദിവസം കൊണ്ട്? ദിവസം അങ്ങനെ വേണ്ടല്ലോ. പുള്ളിക്ക് കുൻ എന്ന് പറയുമ്പോൾ എന്തും സൃഷ്ടിക്കുന്നുള്ള ഖുർആനിലുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. കുൽ എന്ന് പറഞ്ഞാ പുള്ളിക്ക് കുൻ എന്ന് പറഞ്ഞപ്പോ സൃഷ്ടിച്ച കഥയൊന്നും ഇല്ല. പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എത്ര ദിവസം കൊണ്ടാന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ടെന്ന്. എത്ര ദിവസം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് അത്രയ്ക്ക് വിവരമുള്ള ആളല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിന് ഞാൻ പഠിച്ചോളാം. 6 ദിവസമാണോ 8 ദിവസമാണോ പല കൺഫ്യൂഷനാണ്. അതിപ്പോ ഹദീസില് ഒരു വിഷയം വരും. ഹദീസല്ല, ഖുർആനിലുണ്ടോ? എന്നാ ഞാൻ പഠിച്ചോളാം. എത്രാമത്തെ ഇതിലാണെന്ന് പറയോ? ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഇതൊക്കെ പഠിച്ചതാന്ന്. ചന്ദ്രന് പോയതാണ്, ചന്ദ്രന് പോകും മനുഷ്യൻ എന്ന് ഖുർആനിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, ഞാനത് പഠിച്ചിട്ടുണ്ടെന്നേ. പക്ഷെ നമ്മൾ ഇന്നിപ്പോ കാണുന്ന ഖുർആനിലെ അർത്ഥങ്ങള്, ഖുർആന് ഒരു വേടിന് തന്നെ ഫതഹും കിസറും ലമും ഒരെണ്ണത്തില് മാറിപ്പോയ അർത്ഥം വളരെയേറെ വ്യത്യാസമാവും. അങ്ങനെ എത്ര മാറി, എത്ര കിതാബുകളുണ്ട്. പക്ഷെ ഖുർആൻ മാറിയിട്ടില്ല. എത്ര ഖുർആൻ ഉണ്ട്? എന്താ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല? ഖുർആനുള്ളത് അതേ പുള്ളിയുടെ ഒക്കെ ആയിരുന്നു. അത് നമ്മൾ അതാണ് ഈ വിഷയം എന്നത്. ഖുർആൻ മാറി പോകുമ്പോഴാണ് വിഷയം. മദീനന്ന് 6 or 7 തരം ഖുർആൻ, നിങ്ങൾ ഈ പറഞ്ഞ ഫതഹും കിസ്റും ലമ്മും സുക്കൂനൊക്കെ മാറിപ്പോയതും വാക്ക് മാറിയതും വാചകങ്ങളുടെ ഘടന മാറിയതുമായിട്ടുള്ള 7 തരം ഖുർആന് മദീനത്തുനിന്ന് ഇപ്പം അച്ചടിച്ച് നാട്ടിൽ പ്രസിദ്ധീകരിക്കില്ലേ? മാത്രം പബ്ലിഷ് ചെയ്യുന്നത്. അത് കേക്ക് മദീനയെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യുന്നത് അതിന് ആളുകൾ വേറെയാണ്. അല്ലെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഖുർആൻ അച്ചടിക്കുന്ന അതേ സ്ഥലത്തുനിന്ന്. ചുമ്മാ പറഞ്ഞേ അല്ലെന്നേ. ഞാൻ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങളൊന്ന് ജസ്റ്റ് ഡിഫറെന്റ് ഖുർആൻസ് പിന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അത് ഞാൻ അംഗീകരിച്ചു. ഖുർആൻ ഡിഫറെന്റ് ഉണ്ട്. ഫത്വയും കിസറും ലമ്മും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ. ഒന്ന്. നമ്മുടെ ഇന്ത്യയില് രണ്ടാമത്തത് ഫത്വയും കിസറും ലമ്മും ഒന്നും ഖുർആനിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ല. അതൊക്കെ മനുഷ്യന്മാരിട്ട് കൊടുത്താണ്. അതിട്ട് കൊടുത്താ സമ്മതിച്ചു. അല്ല, നമ്മൾ പറയുന്നോടത്തില് നമ്മൾ അത് മാറ്റി പറഞ്ഞാലുള്ള അർത്ഥത്തിന്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞോളൂ. എന്ത്? വളരെയേറെ വ്യത്യാസം വരുമെന്ന്. പിന്നൊരു കാര്യ ഞാനേ മദീനത്തുനിന്ന് അച്ചടിക്കണേന്ന് പറഞ്ഞപ്പോ ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പൊ ഞാന് വർഷങ്ങളോളം ഞാൻ അക്കൗണ്ടന്റ് മാനേജർ ആയിരുന്നതിന് ഞാൻ ക്യാഷിലായിരുന്നിരുന്നത് അധികവും. ഈ കൊറോണ കാലത്ത് ഞാൻ ഹലാക്കിലായിരുന്നു. കൊറോണ അല്ല, നോട്ട് നിരോധന കാലത്ത് 2008 എന്ന് പറയാം. അതിനെപ്പോഴും വിട്ടുപോയി. ഞങ്ങൾക്ക് ഈ ഖുർആനിലെ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നിടത്ത് ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മൾ പ്രപഞ്ചത്തിന്റെ ഒരു വലിപ്പം ഏകദേശം ഇപ്പൊ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള സങ്കേതങ്ങൾ വെച്ചിട്ട് പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ട് കേട്ടോ. ഇനി ദൈവം എങ്ങനെയാണ് പ്രപഞ്ചം? അപ്പം അള്ളാഹു ഖുർആനിൽ പറയുന്നത് അനുസരിച്ചുള്ള പ്രപഞ്ചം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഭൂമിയും മുകളിലേക്ക് നോക്കുമ്പോ കാണുന്ന ആകാശവും അങ്ങനെ ഒരു സാധനം പോലും ഇല്ല. സാങ്കല്പികമായ തട്ടല്ല അള്ള പറയുന്നത്. അള്ള അവിടെ മേലാപ്പായി നിർത്തിയിട്ടുള്ള തട്ടിനെ കുറിച്ചാ പറയണത്. പന്തല് പോലെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കണ്ണുകൾക്ക് അല്ല, നമ്മളെ കണ്ണുകൾക്ക് തോന്നുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അള്ളാഹു ഉയർത്തി നിർത്തിയ ആകാശത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി അപ്പൊ അത് നടക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ ആകാശം. അതിന്റെ പരിമിതി എവിടെ മനസ്സിലാവുകയെന്ന് വെച്ചാൽ ഈ ഖുർആൻ ഇറക്കിയ ആളാണ് അള്ളാഹു എങ്കിൽ ആ അള്ളാഹുവും ഈ പ്രപഞ്ചവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തെളിവ് തരാം.
നിങ്ങളൊന്ന് പറഞ്ഞോളൂ. നിങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് പോയിട്ട് നോക്കിയാൽ മതി. ഞാൻ സൂറത്ത് അറാഫില് പിന്നെ അതേപോലെ തന്നെ സൂറത്ത് എത്രാമത്തെ യൂനുസിലൊക്കെ സൂറത്താന്നോടെ പറഞ്ഞേരെ, ഞാൻ ചിലപ്പോ 7-ാം അധ്യായത്തിലെ 54 ഏഴാമത്തെ സൂറത്തില് 7-ാമത്തെ സൂറത്തിലെ 54-ാമത്തെ അധ്യായം. വചനത്തിലും 10-ാമത്തെ സൂറത്തിലെ 3-ാമത്തെ വചനത്തിലൊക്കെ അള്ളാഹു പറയുന്നത് പിന്നെ എന്താ പറയാ, അത് ഭൂമി ഈ പ്രപഞ്ചം മൊത്തത്തിൽ സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടാണെന്നാണ്. ഇനി വേറൊരു സ്ഥലത്ത് ഖുർആനിൽ പറയുന്നത് വെച്ചാല് ഒരു കണക്ക് പറയുന്നുണ്ട്. ആ കണക്കാണല്ലേ ഏറ്റവും രസകരമായിട്ടുള്ള കണക്ക്. അതിൽ പറയുന്നത് ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ, തെറ്റിപ്പോണ്ട പറഞ്ഞിട്ട്. ഓക്കെ. 41-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങളിൽ പറയുന്നത് ഭൂമിയെ സൃഷ്ടിച്ചത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഭൂമിയെ സൃഷ്ടിച്ചത് 2 ദിവസം കൊണ്ടാണ്. പർവ്വതങ്ങളെയും ഭക്ഷണങ്ങളെയും സൃഷ്ടിക്കാൻ 4 ദിവസം. അതായത് ഭൂമിന്റെ മുകളിൽ തന്നെ പിന്നെ 4 ദിവസം പണിയാണ്. അപ്പൊ അതത്രേ. ആകാശങ്ങളെ സൃഷ്ടിക്കാൻ 2 ദിവസം. 8 ദിവസം. അതായത് ഭൂമിയിലുള്ള കാര്യങ്ങളാണല്ലോ ഈ പർവ്വതങ്ങളും ഭൂമിയിലെ ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ. ഇത് സൃഷ്ടിക്കാൻ വേണ്ടി 4 ദിവസം എടുത്ത് പഠിച്ചോൻ. ഭൂമി 2 ദിവസം എടുത്ത പഠിച്ചു. 2 ദിവസം ഭൂമിയെ സൃഷ്ടിക്കാൻ എടുത്ത പഠിച്ചോൻ നിങ്ങൾ പറഞ്ഞ സാങ്കല്പിക ആകാശമല്ല, 2 ദിവസം ഇരുന്ന് അള്ളാഹു സൃഷ്ടിച്ച ആകാശമാണ് സാധനം. ഈ ആകാശങ്ങളെ സൃഷ്ടിക്കാൻ അള്ളാഹു ആകെ എടുത്തത് 2 ദിവസം. മനസ്സിലായോ? ഇനി നിങ്ങള് ചെയ്യേണ്ടത് എന്താ പറയാ, ഇത് പെയിൽ ബ്ലൂ ഡോട്ട് എന്നൊരു സങ്കല്പമുണ്ട്. അതായത് വോയേജർ എന്ന് പറയുന്നത് പെയിൽ ബ്ലൂ ഡോട്ട്. നമ്മൾ വോയേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ബഹിരാകാശ സാധനം പോകുന്നുണ്ട്, ഒരു എന്താ പറയാ, ഒരു വാഹനം പോകുന്നുണ്ട്. ബഹിരാകാശം അല്ല, അത് സൗരയൂഥങ്ങളും കടന്ന് അങ്ങനെ പോവാണ്, സൗരയൂഥം കടന്നു പോവാണ്. അപ്പൊ ഈ പോകുന്ന പോക്കില് ഭൂമിയെ പ്രപഞ്ചത്തിന്റെ ഒരു കോണിൽ നിന്ന് എടുത്തപ്പോ കിട്ടിയ ഫോട്ടോയില് ഒരു മങ്ങിയ നീല കുത്തുപോലെ കാണുന്ന ഒരു കുഞ്ഞു പുള്ളിയാണ് ഭൂമി പ്രപഞ്ചത്തിൽ. നമ്മള് ഈ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രപഞ്ചത്തിന്റെ കാര്യം പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം നിങ്ങൾ ഇന്ന് ലഭ്യമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൽ ഈ ഭൂമിയുടെ വലിപ്പം എത്രയാണെന്ന് സങ്കല്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഭൂമി ഈ പിന്നെന്താ പറയാ പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സൃഷ്ടിപ്പിനെടുത്ത 6 ദിവസത്തിൽ 4 ദിവസവും 6 ദിവസവും ഭൂമിയിലും ഭൂമിക്ക് ചുറ്റുള്ള ആകാശത്തായിരുന്നു പണിയർന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയാവുന്ന, ദാറ്റ് മീൻസ് ഈ ഖുർആനിൽ പറയപ്പെടുന്ന അള്ളാഹുവിനെ അറിയാവുന്ന ഭൂമി എന്ന് പറയുന്നത് ഭൂമിയും അതിന്റെ ചുറ്റിലും കാണുന്ന ഈ നീല വലയത്തെ ആകാശം ഒരു മേലാപ്പായി തെറ്റിദ്ധരിച്ച ഒരു സാധാരണ നാട്ടു മനുഷ്യന്റെ ചിന്ത മാത്രാണ്. അതിനപ്പുറത്തേക്ക് ഖുർആനും അള്ളയും ഈ പറയുന്ന പ്രപഞ്ചം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. റസൂൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു വിദ്യാഭ്യാസവും ഇല്ലാതിരുന്ന വ്യക്തിയാണെന്ന് അറിയാമായിരുന്നു. വിദ്യാഭ്യാസം ഇല്ല, അഭ്യാസം ഉണ്ടായിരുന്നു നന്നായിട്ട്. സകല അഭ്യാസങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരഭ്യാസം അറിയാത്ത ഒരാളെ ഖദീജ പിടിച്ച് തന്റെ കാരവനെ ഏൽപ്പിക്കുമോ? ഇല്ലല്ലോ. സത്യസന്ധതയായിരുന്നു പുള്ളിയുടെ. സത്യസന്ധത മാത്രം കൊണ്ട് കച്ചവടം ചെയ്യാൻ പറ്റുമോ? അതും ആ മരുഭൂമിയില് അതാ പറഞ്ഞേ. അപ്പൊ അഭ്യാസങ്ങൾ പലതും കയ്യിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, അപ്പൊ പിന്നെ നിങ്ങൾ പറയണ എഴുത്തും വായനയാണ്. അംഗൻവാടി പോയി, LKG UKG പോയി, 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പോയി പരീക്ഷ എഴുതി പാസ്സായി, അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാന്നല്ലേ? അത് അന്നത്തെ കാലത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. ഈ എഴുത്ത് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഒരു പിന്നെ ഒരു 90 വയസ്സൊക്കെ ഉള്ള ആൾക്കാരോട് ഇപ്പൊ ചോദിച്ചാല് അവരുടെ ചെറുപ്പത്തിലോ അതിന്റെ മുമ്പ് അവർ പറഞ്ഞു കേട്ടതൊക്കെ ആയിട്ട് അറിയുന്നത് ഈ എഴുതുക, കണക്ക് കൂട്ടുക എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ആൾക്കാർ മാത്രം ചെയ്തിരുന്ന ആൾക്കാർ. എല്ലാവർക്കും അറിയില്ലായിരുന്നു അതൊന്നും. ആര് പറഞ്ഞു? അറിയില്ല. വാപ്പ ഇന്നുണ്ടെങ്കിൽ 100-115 വയസ്സ് കാണും. പുള്ളിയൊക്കെ എന്ത് ക്ലീൻ ഒരു 100-150-200 വർഷത്തിന് പുറകിലേക്ക് നമ്മളെ കേരളത്തിന്റെ ചരിത്രം പഠിച്ചാലും എല്ലാരും രാവിലെ സ്കൂളിൽ പോയി എഴുത്തും വായനയും പഠിക്കുന്ന പരിപാടി ഒന്നും അറിയില്ല. എഴുത്തും വായനയും അറിയാത്ത ആൾക്കാർ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവൂല. ഗ്രന്ഥം പുള്ളി രചിച്ചിട്ടില്ല, പുള്ളി ഇങ്ങനെ വായ കൊണ്ട് പറഞ്ഞിട്ടുള്ളൂ.
അതിനെന്തിനത്ര കപ്പാസിറ്റി? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളുടെ ചിന്ത, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ദൈവത്തെ കൊണ്ടുപോയിട്ട് ഭൂമി ഉണ്ടാക്കാൻ 2 ദിവസം എടുത്ത് ഭൂമി ഉണ്ടാക്കി, അതിന്റെ മുകളിൽ പിന്നെ തച്ചിനിരുന്ന് മലയും കുന്നും പണിത്. അതിനകത്ത് ഈ ബഹദുമാലയൊക്കെ സ്വർണ്ണം എന്നാണ് പറയണത്. ഉഹദ് മല സ്വർണ്ണോ? അത് സൗദി തൊടാതെ വെച്ചേക്കണതാ. അതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്ത അന്ധവിശ്വാസമാണ്. ഉണ്ടാക്കാ ഇസ്ലാമിലൊന്നും അങ്ങനെ ഉഹദ് മല സ്വർണ്ണാണെന്നൊന്നും ഉള്ളത് പറഞ്ഞിട്ടില്ല എവിടെ. ആര് പറഞ്ഞു? നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ പഠിക്കണം. പഠിക്കും, ഞാൻ പഠിച്ചുകൊണ്ടാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഞാൻ ഈ തന്ന 3 ഖുർആൻ വചനങ്ങൾ മാത്രം പരിശോധിച്ചാല് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ കഥ കഴിയും. 2ഉം 4ഉം 2ഉം 6ഉം മറ്റു 2 8 സൈമ ശരി സംഭവിച്ചു. പിന്നെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഒരു മനസ്സിലാവില്ല. എനിക്ക് 65 വയസ്സുള്ള വ്യക്തിയാ. അതൊന്നും കാര്യമില്ല. മുഹമ്മദ് നബിക്ക് 40ാമത്തെ വയസ്സിലല്ലേ നബുവത്ത് കിട്ടിയത്? റസൂല് മരിച്ച സമയം കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് ഒരാളുടെ പ്രായമൊന്നും ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലാവാനുള്ള തടസ്സമല്ല. അറിയാം, നിങ്ങളുടെ പ്രായത്തിന് മുകളിലേക്ക് പ്രായമുള്ള ആളുകള് ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ ഒരു കൊച്ചു മരിക്കും, ഉണ്ടാകുമ്പോഴേക്കും മരിക്കും, ഈ കുറെ നാള് കഴിയുമ്പോ മരിക്കും. എന്റെ ഇത്താഴമ്മ 10ാം ക്ലാസ് ലാസ്റ്റ് പരീക്ഷ എഴുതി വന്ന വീട്ടിലകത്ത് കയറി ഊണായിട്ട് പുറത്തിറങ്ങി. എപ്പോ പാമ്പ് പിടിച്ചു. എന്ത് പാമ്പ്? എന്നാവോ അതിന്റെ പേര് വേണം, ഉരുക്കുവളവൻ. അവനന്ന് 72 കിലോ ഉണ്ട്. 10ൽ പഠിക്കണ വ്യക്തിയാ. അവനേക്കായും വലിയ പാമ്പ് അവനെ കടിച്ചേ. കടിക്കുമല്ല, കടിച്ചു പറിച്ചു. എന്തിനാ കൊച്ചിനെ കടിച്ചു പറിച്ചേ? എന്നാ അവന്റെ വാപ്പ മരിച്ചത് പെൻഷൻ പറ്റി 60 വയസ്സ് കഴിഞ്ഞ്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു മരിക്കാൻ പാടില്ലായിരുന്നോ? ആ കൊച്ചിനെ എന്തിനാ അങ്ങനെ മരിപ്പിച്ചേ? ആ കൊച്ചിന് വെച്ചാൽ നാട്ടിലും അല്ല, ആ കൊച്ചെന്ന് വെച്ചാൽ നാട്ടിലും വീട്ടിലും സർവ്വ പേർക്കും ഇഷ്ടപ്പെട്ടൊരു. ഇതൊക്കെ ദൈവം എന്ന് പറയുന്ന നന്മ നിറഞ്ഞ ഒരു കാരുണ്യവാനും കരുണക്കടലുമായ ദൈവം കുത്തിയിരുന്ന് 200 പേജ് നോട്ട് പുസ്തകത്തിൽ കണക്ക് എഴുതിയിട്ട് നടക്കുന്നതല്ല ഈ പ്രപഞ്ചത്തിലെ വ്യവസ്ഥ എന്നുള്ളതിന്റെ തെളിവാണ്. പിന്നെന്തെന്നാവോ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് അതൊക്കെ. ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. നമുക്ക് ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ല, ഇല്ലെന്നുള്ളതിന്റെ തെളിവാണ്. അല്ല, എന്താ ഞാൻ പറയട്ടെ, ഇരിക്കണവർക്ക് കണ്ടുപിടിക്കാനാണ്. ഞാൻ അഹങ്കരിച്ചാല് ഒരു കാര്യമില്ല. എനിക്കിപ്പോ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് കാണുന്ന എനിക്ക് നാളെ ഉണ്ടാവണമെന്നില്ല. 2 വിശേഷണങ്ങൾ അള്ളാഹുവിൽ നിന്ന് എടുത്തു മാറ്റേണ്ടി വരും. ഒന്ന് കരുണാമയൻ എന്നുള്ളതും 2 സർവശക്തൻ എന്നുള്ളതും. അതായത് നിങ്ങളെ ചുറ്റുമുള്ള മനുഷ്യർക്ക് കാണാൻ വേണ്ടി 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ പാമ്പ് കടിച്ച് കൊല്ലാൻ അള്ളാഹു വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ ചുറ്റുള്ള മനുഷ്യർക്ക് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്രയും നെറികെട്ട ഒരു പണിയല്ലാതെ വേറൊരു പണി അറിയാത്ത സർവശക്തനല്ലാത്ത നെറികെട്ട പണിയല്ല. അവൻ എന്നാണേലും മരിക്കേണ്ടതാ. നമ്മളെന്നും മരിക്കൂലോ. അന്ന് എന്തുകൊണ്ടാ എല്ലാവരും ഞാനത് പറയാം. അശക്തനായിട്ടുള്ള ഒരാളാണ് ഒന്ന് അള്ളാഹു എന്ന് പറയുന്നത്. രണ്ടാമത്തത് കാരുണ്യവാനേ അല്ല. മനസ്സിലായോ? ചുറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാണെങ്കിൽ ഓൾറെഡി പെൻഷൻ പറ്റിയിരിക്കുന്ന ആൾക്ക് പാമ്പ് അടിച്ച് മരിച്ചാ പോരെ. പക്ഷെ അന്നേരം ശരിയാവില്ല. ഈ എന്നാ പിന്നെ എല്ലാവരും മരിക്കണേന്ത്യാ കുറെ പേരോട് വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഈ പ്രപഞ്ച ശക്തിക്ക്. അള്ളാഹു അല്ല ശരി സമ്മതിച്ചു. ഈ 100 വയസ്സ് ജീവിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ 100 വയസ്സിന് മുകളിൽ ജീവിച്ച ആൾക്കാരെ ഞാൻ ഈ അടുത്ത കാലത്ത് പോലും കണ്ടിട്ടുണ്ട്. എവിടെ? 150? 150 ഒന്നല്ല. 150 എന്ന് പറഞ്ഞേ. എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കൂലാത്ത? അതൊക്കെ ദൈവം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഒരാളെ മാത്രം ദൈവം അങ്ങനെ നിർത്തുകയാണെങ്കിൽ അത് നമുക്ക് ഒരു അത്ഭുതമായിട്ട് കാണും. എങ്ങനെ? ഒരാള് മാത്രം മരിക്കുന്നില്ല, ദൈവം അത് വേണമെങ്കിൽ നമുക്കൊരു ദൈവം ഉണ്ട് എന്നുള്ളതിന് തെളിവാവാം. അതല്ലാതെ മനുഷ്യന്റെ അല്ല ഏതൊരു ജീവിവർഗത്തിന്റെയും ശരാശരി ആയുസിൽ ജനങ്ങള് അല്ലെങ്കിൽ ജീവിവർഗം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസത്തെ ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ടല്ല, ഇല്ല എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് മനസ്സിലാക്കുക. ഉണ്ടെന്നുള്ളതിനെ സായിബാബ പറഞ്ഞില്ലേ അങ്ങനെയാണല്ലോ. ഞാൻ ഈ സായിബാബ വേറെ എന്തൊക്കെ പറഞ്ഞു? സായിബാബ ഞാൻ മരിക്കൂലെന്നോ കല്ലാവുന്നോ എന്തൊക്കെ പറഞ്ഞു? മരിച്ചില്ലേ? വേറൊരു അമ്മ കല്ലാവെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, എന്താവും അറിയില്ല. വേറെ ഒരു അമ്മ കല്ലാവും ഞാൻ അയൽവക്കാരോ
ആനന്ദമയി. താങ്കളുടെ നാടെവിടാ? ഞാൻ പാലക്കാടാ. ഓ, അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ 2-3 ഖുർആൻ വചനങ്ങൾ മാത്രം ഒന്ന് ശരിക്കും അതൊക്കെ ഒന്ന് നോക്കാം. മനസ്സിരുത്തി പിന്നൊരു വായിച്ച് കാര്യം, മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ശരിയായി. പിന്നൊരു കാര്യം, ഉം. ഈ വേറെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഉം. ഇപ്പൊ അലിയാക്കത്തേലിയുടെ ഉമ്മയോ വാപ്പയോ ഉം. മോശമായിട്ട് എന്തെങ്കിലും ചെയ്ത ഉം. അലിയാക്കത്തേലി അത് പബ്ലിക്കായിട്ട് പറയോ? എങ്ങനെയാ? വളരെ മോശമായ കാര്യങ്ങൾ വ്യക്തികളെ നാട്ടിലുണ്ടല്ലോ. ഞങ്ങളെ ഉമ്മാന്റെ വാപ്പാന്റെ അല്ല, നമ്മളെ ആളുകളുടെ ഇത് പറ. വ്യക്തിപരമായിട്ട് ഒരാള് എന്തെങ്കിലും ചെയ്യുന്നത് നമ്മളത് പറയലല്ല നമ്മുടെ പണി. അല്ല, ഇതിപ്പോ റസൂല് എന്ന് പറഞ്ഞ ആളല്ലല്ലോ. അല്ലല്ല, നമ്മള് മുഹമ്മദ് നബീനെ വിമർശിക്കുന്നത്, മുഹമ്മദ് നബി ആ കാലത്ത് ആ കാലത്ത് എത്ര മനുഷ്യന്മാർ ജീവിച്ച് മരിച്ചിട്ടുണ്ട്, അവരൊക്കെ നമ്മൾ പേരെടുത്ത് വിമർശിക്കണ്ടോ? ഇല്ല, ഇതിപ്പോ ഒരു അത് അതേ സമയത്ത് ഞാൻ പറയട്ടെ, അതേ സമയത്ത് ഇപ്പൊ എന്റെ വാപ്പ പറഞ്ഞോണ്ട് കിടക്കാണ്, ഞാനാണ് ലോകത്തുള്ള എല്ലാവർക്കും ഏറ്റവും ഉത്തമമായ മാതൃക എന്ന് പറഞ്ഞിട്ട് വാപ്പ കണ്ണുതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചോദിക്കും, അത് ഞാൻ പറയുകയും ചെയ്യും. വളരെ മോശമായ കാര്യങ്ങൾ ചെയ്താ അലിയാക്കത്തില് പറയുവോ? അല്ല, മുഹമ്മദ് നബി വളരെ മോശമായ കാര്യങ്ങൾ ചെയ്തു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ പറയേണ്ടത് അതാ പറഞ്ഞ നമ്മൾ പറയുന്നുണ്ട് മുഹമ്മദ് നബി അങ്ങനെ ചെയ്തു എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? പറയോ? അതാ ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയല്ല പ്രധാനത്തിനകത്ത്. മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തി പ്രധാനമേ അല്ല. എന്തുകൊണ്ടെന്ന് വാപ്പയോ പറഞ്ഞാല് ചെയ്താല് പറയുവോന്നാണ് എന്റെ ഒരു ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്, അവരുടെ അവകാശവാദം എന്താണോ അതിനനുസരിച്ച് ചെയ്യാന്ന്. ശരി. മുഹമ്മദ് നബിയുടെ അവകാശവാദം അനുസരിച്ച് മുഹമ്മദ് നബിയാണ് ഏറ്റവും ഉത്തമമായ മാതൃക, അല്ലേ? ഉത്തമമായ മാതൃക. അങ്ങനെ ഉത്തമമായ മാതൃക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഒരാള് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് തന്നെ പിഴവുകൾ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കൂലേ? ഇതാണോ മാതൃക എന്ന് ചോദിക്കൂലേ? പിഴവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ പല ഗ്രന്ഥങ്ങളിൽ നിന്നും അതും ഇത് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ട് ശരിയാവില്ലെന്നേ. ഖുർആനാണോ ഖുർആൻ ഒത്തിരി ഖുർആൻ ഉണ്ടായില്ല, ഒന്നേ ശരിയുള്ളൂ. ആ ശരിയായതാണ് പെണ്ണോടിക്കാൻ പോയി, അത് ചെയ്യാൻ പോയി, ഇത് ചെയ്യാന്നും പോയത്. ഈ പെമ്പിള്ളേർ ചെറിയ ആയിഷ റളിയല്ലാഹു കല്യാണം കഴിച്ചെന്തിനാ? അതുപോലെ ഈ മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ ഓരോരുത്തർ കല്യാണം കഴിച്ച് ജറ പിടിച്ചുകൊണ്ടിരുമ്പോ അവരൊക്കെ വലിയ വീട്ടിലെ പെണ്ണുങ്ങളായിരിക്കാം. അവരെ ചുമ്മാ താഴ്ന്ന ഒരു സ്ഥലത്തേക്ക് കൊടുക്കാൻ പറ്റൂല. പിന്നൊരു മനുഷ്യരെല്ലാരും തുല്യരാണെന്ന് പഠിപ്പിക്കാൻ വന്ന, അള്ളാന്റെ മുമ്പിൽ എല്ലാരും തുല്യരാണെന്ന് പഠിപ്പിക്കാൻ വന്ന ആൾക്കാരാണോ യുദ്ധത്തില് ആളുകളെ അതായത് പിടിച്ചോണ്ടിരുന്ന സ്ത്രീകളെ താഴ്ന്നിടത്ത് കൊടുക്കാൻ പറ്റില്ല. പിടിച്ചോണ്ടിരുന്നവരെ ആ ഭർത്താവിന്റെയും അപ്പന്റെയും അമ്മന്റെയും ആങ്ങളിന്റെയും ഒക്കെ കൂടെ കുടുംബമായിട്ട് ജീവിച്ച ആളുകളെ പോയി ആക്രമിച്ചിട്ട് അവിടുന്ന് പെൺകുട്ടികളെ പിടിച്ചുകൊടുത്തിട്ടാണ് ഈ വീതം വെക്കുന്നത്. എന്നിട്ട് അതിലാണോ നിങ്ങൾ ഈ തട്ട് നോക്കുന്നത്? അതിലാണോ തട്ട് നോക്കി വീതം വെക്കുന്നത്? അങ്ങനെ വീതം വെക്കുക എന്നുള്ളത് അതൊരു വെറും അതാണ് ഞാൻ പറഞ്ഞ ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല എന്ന് പറയുന്നതിന്റെ കാര്യം. ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല എന്ന് പറയുന്നതിനേക്കാളും നല്ല അള്ളാഹു യഥാർത്ഥ ദൈവം അല്ല എന്ന് പറഞ്ഞായിരിക്കും. കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വാദം മുഹമ്മദ് നബി യഥാർത്ഥ പ്രവാചകനല്ല എന്ന് മക്കാര് പണ്ട് പറഞ്ഞിരുന്ന സാധനമാണ്. മുഹമ്മദ് നബിക്ക് ദൈവം എന്താന്ന് തന്നെ അറിഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല. അതാണ് സംഭവം. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോ ഒരു സഹോദരനോടുള്ള ഞാനിത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ. ഞാൻ നിങ്ങളെയൊക്കെ പോലെ വിശ്വസിച്ചിരുന്ന ആളാണ്. കാരണം ഞാനും ആ രീതിയിൽ മദ്രസയിലൊക്കെ പോയി അങ്ങനെ ഇസ്ലാമികമായ ചുറ്റുപാടിൽ വളർന്ന ആളാണ്. പിന്നെ നമ്മളിത് സ്വതന്ത്രമായി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് മനസ്സിലായി ഇതൊക്കെ വെറും കുറെ കഥകളുണ്ട്. ബാലരമയിലും ബാലമംഗലത്തിലൊക്കെ ഉള്ള ഈ മറ്റേ പണ്ടൊരു നമ്പോലന്റെ ഒക്കെ കഥ വായിക്കുന്നത് പണ്ട്, അതേപോലത്തെ ഒരു കഥാപാത്രം മാത്രമാണ്. പക്ഷെ അത് നമ്മുടെ മൈൻഡ് മാറിയതുകൊണ്ട് മാത്രമാണ്. അല്ലല്ല, പഠിച്ചപ്പോഴും മൈൻഡ് മാറുമൊന്നുമില്ല, പഠിച്ചപ്പോ മനസ്സിലായി. 2 വിഭാഗമാവും പറഞ്ഞേക്കട്ടെ മുസ്ലിങ്ങള്, അല്ലേ? അതിനെന്താ ഖുർആനിലുള്ള അപ്പൊ അതിലെല്ലാം ശരിയല്ലേ? ഒരു മതം മാത്രം, അതിലൊരു വിഭാഗം മാത്രമേ യഥാർത്ഥമുള്ളൂ. അല്ല, അത് ഖുർആനിലുള്ളതല്ല, അത് ഹദീസിലുള്ളതാണ്. ഹദീസിലുള്ളതാ. ഹദീസിനും വ്യത്യാസം ഉണ്ടെന്നേ. എല്ലാം സഹീഹല്ലല്ലോ. അതിപ്പോ എങ്ങനെ തിരിച്ചറിയും? എന്തിനായി സഹീഹല്ലാത്ത സാധനമൊക്കെ തുന്നിക്കൂട്ടി കൊണ്ടുനടക്കണത്? ഇപ്പൊ ഈ എന്താണ് മൗലൂദ് റാത്തീവ്, ഞാൻ ഹജ്ജിന് പോയപ്പോഴ് ഞങ്ങളുടെ കൂടെ ഉള്ള പാർട്ടിക്കാര് എന്താണോ മൗലൂദായിരിക്കും നടത്തി. പക്ഷെ ഞാൻ ഇതിലൊന്നും ഞാൻ അതിലൊന്നും അമീനം പിടിക്കാൻ എന്നാണാവോ അമീൻ പിടിക്കുകയാണോ എന്നാണോ ചെയ്യണ്ട്, ഞാൻ ചെയ്തില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ ഇമാമ് ഞങ്ങള് സ്ത്രീകൾ നിൽക്കുമ്പോ ഇമാമ് നിന്ന് ഞാനാണ്. അപ്പൊ അതില് കൊറേ മുഴുത്ത പെണ്ണുങ്ങളുണ്ടാവും.
ഞാൻ പറഞ്ഞു ഞാനതിനെ 100% എതിർക്കുന്ന ആളാ. ഇവിടെ ഉം. റസൂലിന്റെയും പഠിച്ചവന്റെയും മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കേണ്ട കാര്യമുണ്ട് ചോദിച്ചു. എന്നാ പിന്നെ അവിടെ ഇരുന്നാ പോരായിരുന്നോ? ഉം. ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഉം. എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊരു വിഷമം പോലെ. പിന്നെ ഞാൻ ഇമാമ എന്നില്ല. ഉം. ഏഹ് അതിപ്പോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അതെ മൊയ്തീൻ ഷേഖ് മദിയത്ത് പോയി മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്ന പോലെ തന്നെയുള്ള ഭൂമിയിൽ ഇരുന്നിട്ട് അള്ളാഹിനെ വിളിക്കുന്നത്. അത്ര ഇല്ല മനസ്സിലാക്കാറുള്ളൂ ഇപ്പൊ ഇന്നത്തെ. അല്ലാന്നേ. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് അല്ല, ആ അല്ലാഹു പ്രപഞ്ച ആണെന്ന് ശക്തി വിശ്വസിക്കണം. ഉണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതിന്റെ 2 തെളിവ് ഞാൻ ഖുർആൻ വചനത്തിൽ ചുമ്മാ തന്നത്. ഒന്നുമില്ലാണ്ട് ചുമ്മാ ഒരു സാധനം ഇങ്ങനെ ശക്തി അല്ല, എന്ന് അതൊക്കെ പറയാൻ നമുക്ക് പറ്റുമോ? അന്വേഷിക്കാവുന്ന കാര്യങ്ങളാണ്. അതറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അന്വേഷിക്കാം. ശാസ്ത്രത്തിന് അതിന് അതിന്റേതായിട്ടുള്ള നിഗമനങ്ങളുണ്ട്. ശാസ്ത്രം പോലും കണ്ടുപിടിച്ചേക്കണം. ഇപ്പൊ ചന്ദ്രനിൽ പോയ ആളാ ആരാ ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നത്? എന്റെ പൊന്നോ, ഇതൊക്കെ ആരാന്ന് പറ. ആരാണ് നിങ്ങളോട് ഈ നുണയൊക്കെ പറയുന്നത്? പറഞ്ഞു. നീൽ ആംസ്ട്രോങ് ആണോ? ആ ഒരു ഇപ്പൊ കാര്യം ആലോചിച്ചോക്ക്. ഫുട്ബോൾ കളിക്കാരൻ ഒരുത്തൻ അവന്റെ പേരെന്നാ മുഹമ്മദ് അലി അയക്കണ ആളാരാ? അല്ല, ഈ ചന്ദ്രനിൽ പോയ ആളുടെ കാര്യം തീരുമാനമാക്കാൻ നീൽ ആംസ്ട്രോങ് ആണോ? അതെന്നാണ് എന്റെ അടുത്ത് തോന്നുന്നത് കേട്ടോ. എന്റെ പേരാരായാലും അയാള് ഇസ്ലാമിലേക്ക് ഞാൻ മുസ്ലിം ആയിട്ടില്ല എന്നും ഇത് നുണപ്രചാരനാണെന്നും പറയാൻ വാർത്താ സമ്മേളനം വിളിക്കേണ്ട ഗതികേട് വന്ന പാവത്തിന്. അറിയാം നിങ്ങൾക്ക്? ഒരു പെണ്ണ് പോയിട്ട് ഇപ്പൊ ഇസ്ലാമായിട്ടിരിക്കണം. ആരാ? കൽപ്പന എന്താണ്? കൽപ്പന അല്ല, ചത്തോയില്ലേ? കൽപ്പന സുനിത ചത്തോയില്ലേ? വില്യംസോ? ഏ സുനിത വില്യംസോ? പേര് ഞാൻ വിട്ടു കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് പോയി വന്നതാ. അടുത്ത കാലത്ത് അവള് വന്ന മറ്റേ ഈ ബഹിരാകാശത്ത് പോയി വന്നത്. ബഹിരാകാശത്ത് പോയി വന്ന പെണ്ണാ. പക്ഷെ അവര് മുസ്ലിം ആയി എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ അതെ. നിങ്ങൾ ഏതൊക്കെയോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അത് നിങ്ങളെ തലച്ചോറ് കലക്കി കളയും. പച്ച കള്ളമാണ് അതൊക്കെ. മുസ്ലിമായോ? കുറെ ആൾക്കാർ മുസ്ലിം ആയിക്കണം, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊന്നും മുസ്ലിം ആയിട്ടില്ല. ഇപ്പൊ ഞാൻ ഗുസ്തിക്കാരൻ പണ്ട് മുസ്ലിം ആയിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ കമല സുരയ്യ മുസ്ലിം ആയില്ലേ? കമല സുരയ്യ ആയില്ലേ? അത് ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മളെ ഇവിടുത്തെ ഒരു സിനിമാ നടൻ അല്ല ഒരു സിനിമാ സംവിധായകൻ അലി അക്ബർ ഉണ്ടായിരുന്നു. അയാളിപ്പോ രാമസിംഹൻ ആയില്ലേ? ഹിന്ദു ആയില്ലേ? രാമസിംഹൻ. ആ പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മിസ്റ്റർ എം എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം ആയിരുന്ന ആള് ഒരുപാട് കാലങ്ങളായിട്ട് ഒരു ഹൈന്ദവ ആദർശത്തില് സന്യാസിയായിട്ട് നടക്കുന്ന മിസ്റ്റർ എം ഉണ്ട്. അയാള് മുസ്ലിം ആയിരുന്നില്ലേ? അതിപ്പോ ആൾക്കാർ അങ്ങോട്ടും കൂടെ ഒക്കെ കുറെ മാറും. അതൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ ആൾക്കാർ മാറുന്നുണ്ട്. അതിലൊന്നും കാര്യമൊന്നുമില്ല. അല്ല ലിയാഖത്തലിയിലൊക്കെ കൂട്ടുകൂടിയപ്പോഴും എന്തോരം പെണ്ണുങ്ങളും ഒക്കെ പോണത്. ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടല്ലേ? അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്റെ കൂട്ടുകൂടി നിങ്ങളും പോരൂ. ഞാൻ വരൂല. എന്താക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ 2 ഖുർആൻ വചനം മാത്രം ഞാൻ അങ്ങനെ ഒരാള് പറഞ്ഞ ഒരു കാര്യം വിശ്വസിക്കുന്ന ഈ പുറത്തു വരുന്നവരൊക്കെ ഞാൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് വന്നു നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല അല്ല, അവരൊക്കെ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവര് കിതാബൊക്കെ എടുത്ത് നോക്കി വായിച്ച് മനസ്സിലാക്കി ഇതൊക്കെ തട്ടിപ്പായിരുന്നല്ലേ എന്ന് മനസ്സിലാകുമ്പോ പുറത്തു വരുന്നതാണ്. അല്ല നിങ്ങളെ പോലെ കുറച്ചു പേരുണ്ട്. ആരിഫ് അലി പിന്നെ ആര് പറഞ്ഞാലും അവനവന്റെ ഒരു ബുദ്ധിയും ബോധ്യം ഉണ്ടല്ലോ. അല്ല എളുപ്പം അത്. അപ്പൊ തലേ തുണി എന്താ ചുമ്മാ ഇങ്ങനെ വിട്ടടിച്ച് അടിപൊളിയാണ് അടിപൊളിയാണ്. അല്ല മുസ്ലിമാണെന്ന് പറഞ്ഞ മുസ്ലിങ്ങളിൽ തലയിൽ തുണിയിടാത്ത ആൾക്കാരില്ലേ? അവരെ മുസ്ലിം. അപ്പൊ തലേന്ന് തുണി ഒഴിവാക്കാണെങ്കിലൊക്കെ മുസ്ലിം ഇസ്ലാം ഇട്ട് പോണെന്നൊക്കെ പറഞ്ഞ വെറുതെയാണ്. അല്ല ലിയാഖത്തലി നമ്മളിപ്പോ പേരില് മാത്രം മുസ്ലിം എന്ന് വിശ്വസിക്കൂല്ലോ. ഒരാളെ പേരിട്ടു അയാൾ പിന്നെ അങ്ങനത്തെ ആളുകള് അങ്ങനത്തെ ആ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾ പിന്നെ ഞാൻ ഇസ്ലാം അത് ഉപേക്ഷിച്ചു എന്ന് പറയേണ്ട ആവശ്യം എന്താ? വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതെ പോയാൽ പോരെ, ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആളുകൾ അത് പറയുന്നത് അവരുടെ ബോധ്യത്തിൽ മാറ്റം വരുന്നതുകൊണ്ടാണ്. ആ ബോധ്യം പുറത്തോട്ട് പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയില് പറഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവരാണ് പുറത്ത് പറയുന്നത്. പറയാത്ത എത്ര ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ തന്നെ ഈ ഖുർആനൊക്കെ ശരിക്കൊന്ന് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതൊക്കെ തട്ടിപ്പാണെന്ന് തോന്നിയാൽ നിങ്ങൾ പുറത്ത് പറയോ? പറയില്ലല്ലോ. നിങ്ങളൊന്ന് വായിച്ച് നോക്കി നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞ, നാളെ മറ്റന്നാൾ തോന്നിയാലത്തെ കാര്യമാണ് പറഞ്ഞത്. അല്ല നമ്മളെ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഖുർആൻ പോലെ ഇൻഫ്ലുവന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റിയൊരു നിബന്ധന എവിടെയും കാണിച്ചത് ഖുർആനിൽ അങ്ങനെ ഒഴുക്കോടെ? അത് ഖുർആനിൽ മക്കയിലുള്ള കുറെ വചനങ്ങള് കുറച്ചൊരു കാവ്യാത്മകമായിട്ടുള്ള വചനങ്ങളാണ്. മക്കയില് മദീനത്തേക്ക് വന്നിട്ട് പിന്നെ അതൊന്നും ഇല്ല. ഇല്ലെന്ന്. ഇനിയിപ്പോ എത്ര ഭംഗിയിലായാലും പിന്നെ ആളുകളെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു വേണമെങ്കിൽ ഞങ്ങൾക്ക് ഖുർആൻ ഞാനത് പരീക്ഷണം നടത്തി കാണിച്ചു തരാം. നമ്മള് പാരായണ ഭംഗിയിലൊന്നും വലിയ കാര്യമില്ലാന്ന്
പറയാൻ അല്ല വേണ്ടിട്ടാ. അതുപോലെ ഒരു ഗ്രന്ഥം എവിടെയെങ്കിലും കാണിച്ചു തരാമെന്നല്ലേ അല്ല, ആ ചോദിച്ചുള്ളൂ. ഗ്രന്ഥം കൊണ്ട് കാര്യമില്ല എന്നാ പറഞ്ഞത്. അങ്ങനത്തെ എന്താ ഇതിനേക്കാളും പിന്നെ മനോഹരമായിട്ടുള്ള കാവ്യഭംഗിയുള്ള ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങള് അങ്ങനെ ഇത് ലോകത്തുണ്ട്. 604 പേജായ ഖുർആൻ. ഉം. ഏഹ് എത്ര അത് മൊത്തം അങ്ങനെയാ. പേജൊക്കെ പല എനിക്ക് ഖുർആൻ ഒരു വേർഷൻസിൽ ദിവസം വ്യത്യാസം ഉണ്ടാവും. ഓതാന് ഒരു ദിവസം 20 പേജ് ഓതാൻ ഞാൻ 24 മിനിറ്റ് കൊണ്ട് ഓതും. ഉം. അത്ര ഭംഗിയായിട്ട്. ആ, അതിനിപ്പോ എന്താ? അല്ല അപ്പൊ നമുക്ക് അങ്ങനെ ഓതാൻ പറ്റിയ ഒരു ഗ്രന്ഥം വേറെ ഇല്ല. ഏത് ഗ്രന്ഥം ഓതാന്ന് ഇല്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞത്. അത് വെറുതെ നിങ്ങക്ക് തോന്നുന്നതാണെന്നേ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പിന്നെ ഇതിന്റെ പാരായണ ഭംഗിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ലാന്ന്. അതല്ല പാരായണ ഭംഗിയല്ല അതിന്റെ അർത്ഥം. ആ, ഇപ്പൊ നമുക്ക് ഫൈദൻ സലഹ അശ്ഹുറുൽ ഹറാമി ഫഖ്തുലുൽ മുശ്രികീന ഹൈസു വജത്തുമൂഹും അങ്ങനൊക്കെ ഓതാം. ഹൈസു അങ്ങനെ നീട്ടിയാൽ ഓതൂല. ആ, നിങ്ങൾ ഓതുന്ന പാരായണ രീതിയിൽ ഇപ്പൊ മുജാഹിദുകൾ ഓതുന്ന അറബിയിൽ ഇപ്പൊ ഈ ഞങ്ങളൊക്കെ സുന്നി പള്ളിയിൽ പഠിച്ചിരുന്നത് അങ്ങനെയാണ്. വഹുദൂ പിന്നെ വജത്തുമൂഹം വഹുദൂഹും വഹ്സുറൂഹും ഫഖഅദുല്ലഹും കുല്ലി മർസദിൻ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ല മണിച്ച് ഇന്നല്ലദീനൊക്കെ പറയാം. പക്ഷെ എന്താ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? ആ 4 മാസം കഴിഞ്ഞാൽ ആ ഭൗതിക വിശ്വാസികളെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നു കളയണം. അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കണം. അവർക്കായി സകല കാലങ്ങൾ കാത്തിരിക്കണം. അതാണ് തെറ്റ്. 4 മാസം കഴിയുമ്പോ അപ്പൊ തന്നെ കൊല്ലാനല്ല പറഞ്ഞേക്കണേ. എങ്ങനെ കൊല്ലാനാ പറഞ്ഞേക്കണേ? എങ്ങനെ കൊല്ലാനാ? ഒരു യുദ്ധത്തിൽ നമ്മളോട് യുദ്ധമൊന്നുമില്ല. അല്ല അതൊക്കെ ഇവിടുത്തെ വലിയ ഇതൊന്നും ഒരു യുദ്ധക്കളത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല. പണ്ട് യുദ്ധക്കളം എന്ന് പറഞ്ഞ ഒരാള് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. അത് തെറ്റായിട്ട് അല്ല. അത് പണ്ട് നമ്മളെ നാട്ടിലുള്ള ഒരു കുട്ടിതാഴി ഇത് യുദ്ധ സന്ദർഭത്തിലാന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് പിന്നെ അത് ഞാൻ ചോദ്യം ചെയ്ത് അവസാനം അത് സോറി അത് മാറിപ്പോയതാണ്. യുദ്ധ സന്ദർഭത്തിൽ ഇതല്ല. എന്നാ പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ ഈ സൗദി അറേബ്യയിലൊക്കെ അതൊന്നും ചോദ്യമല്ല. ഈ ഖുർആൻ വചനത്തിന്റെ അർത്ഥം ആ കാലത്ത് അവതരിച്ച സമയത്ത് എന്തിനാണ് അവതരിച്ചത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അതൊക്കെ വേറെ ചോദ്യം. നിങ്ങൾ ഈ പാരായണ ഭംഗി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പൊ നമുക്ക് പാൽപായസത്തിലാണെങ്കിലും പാഷാണം കലക്കിയാൽ മരിച്ചുപോയില്ല ആൾക്കാര്. അപ്പൊ കാവ്യഭംഗി ഒരു ഗ്രന്ഥത്തിന്റെ കാവ്യഭംഗിയിൽ എന്തിരിക്കുന്നു? മറ്റ് മതസ്ഥരുടെ അടുത്ത് വന്നപ്പോ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ നല്ലൊരു എന്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ നിങ്ങൾ ഈ മേഖലയിലേക്ക് എന്താണ് ഞാൻ ഈ പറഞ്ഞ കേട്ടിട്ട് പറഞ്ഞോ എന്നാ എന്തുകൊണ്ട് റസൂലൊക്കെ അവരുടെ അനുയായികളോട് കൂടി അവരെയൊക്കെ കൊന്നുകളഞ്ഞില്ല? ആരെ കൊന്നുകളഞ്ഞ നിരവധി ഗ്രൂപ്പുകളുണ്ട്. ചില ഗ്രൂപ്പുകൾ കൊന്നുകളഞ്ഞില്ല. മക്കാരോട് ഒരു മിനിറ്റ് മക്കാരോട് നേരിട്ടൊരു കൊലപാതകത്തിന് മുഹമ്മദ് നബിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മക്കാരെന്ന് പറഞ്ഞാൽ സ്വന്തം ഇളാപ്പ മുത്താപ്പ മക്കളാണേ, സ്വന്തം കുടുംബാണ്. അതേ സമയത്ത് ബനൂ ഖുറൈളയോട് എന്താ ചെയ്തത്? അവിടുത്തെ പ്രായപൂർത്തിയായ അടയാളം കാണിച്ച മുഴുവൻ ആണുങ്ങളെയും കൊന്നു. എന്തിനു കൊന്നു? അതന്നെ ചോദിച്ചു. എന്തിനാ കൊന്ന്? എന്ത് കാര്യത്തിനാണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ തച്ചിനിരുന്ന ആളുകൾ ഇങ്ങനെ ആൾക്കാരെ വരിക്ക് നിർത്തിയിട്ട് തല വെട്ടി ഇങ്ങനെ ഒരു കുഴിയിലോട്ട് ഇടുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കി നിങ്ങള്. അങ്ങനെ റസൂൽ ചെയ്തിട്ടുണ്ടാ? ബനൂ ഖുറൈളന്ന് നിങ്ങൾ വെറുതെ ആരോടെങ്കിലും ചോദിച്ചു നോക്കി എന്താ? ബനൂ ഖുറൈള വിഭാഗമുണ്ട്. അതൊക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയും വേണം. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു നിർദ്ദേശം എന്താ വെച്ചാല് നിങ്ങൾ ഈ മേഖലയൊക്കെ വിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും അങ്ങനത്തെ അതായത് ഇത്തരം തർക്കവിതർക്കങ്ങളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് നല്ലത് എന്നാണ്, നിങ്ങൾ മനസ്സമാധാനത്തിന് നല്ലതെന്നാണ് എന്റെ ഒരു സജഷൻ. എന്റേതായാലും എന്റേത് ഉൾപ്പെടെ ആരുടെ വീഡിയോ നിങ്ങൾ കേൾക്കാതിരിക്കലായിരിക്കും നിങ്ങൾക്ക് ഉത്തമം എന്നാണ് ഞാൻ പറയാം. ഇല്ല എനിക്ക് അങ്ങനെ മനസ്സമാധാനം പോകുന്ന ആളല്ല. അങ്ങനെ പോകുന്ന സമയത്ത് നിർത്തിക്കോളൂ. ഒരു പണിയില്ല എനിക്ക്. അതെ. അപ്പൊ പഠനം നടക്കട്ടെ. ഞാൻ പറയുന്നത് വെച്ചാല് നമ്മള് ഇത് എന്താന്ന് വെച്ചാലേ അപ്പൊ എത്ര വൈകി നമുക്ക് ഈ ബോധോദയം ഉണ്ടാവുന്നോ അത്രയും നഷ്ടബോധത്തിന്റെ ആഴം കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഞാൻ എന്റെ ഒരു സ്നേഹം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു സജഷൻ വെച്ചു എന്നുള്ളൂ.
അപ്പോ ഞാന് എന്തായാലും നിങ്ങൾ ഒരു എന്തായാലും ഞാൻ പറഞ്ഞ ഖുർആൻ വചനങ്ങളൊന്ന് പരിശോധിക്കും. പിന്നെ ഈ അതൊക്കെ പറഞ്ഞ നോക്കാം. ഹൈദ് വജത്ത് മോഹൊക്കെ ഒന്ന് പരിശോധിക്കും. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സഹോദരൻ എന്നുള്ളതിലൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മളിപ്പോ ഒരാള് തെറ്റ് ചെയ്തെങ്കിൽ നമ്മള് ആയിട്ട് പറയണ്ട, അയാൾ അനുഭവിച്ചോട്ടെ. അപ്പൊ ഒരു കാര്യം, ഈ മരിച്ചു പോണ എന്തിനാ? അതൊക്കെ നമുക്ക് ഇനി ഒരിക്കൽ സംസാരിക്കാം. നമ്മൾ മരിച്ചു പോണ എന്തിനാണോ പറഞ്ഞിട്ട് വെച്ചോ. മരിച്ചു പോകുന്നത് നമ്മൾ ജനിച്ചു പോയത് കൊണ്ടാണ് മരിച്ചു പോകുന്നത്. ഈ ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന എന്തിനാ? ജനിപ്പിക്കും മരിപ്പിക്കും ചെയ്യുന്നത് ദൈവമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ദൈവം അല്ല ചെയ്യുന്നതെന്നുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ല, ദൈവം ചെയ്യണോണ്ടാണല്ലോ നാളെ മനുഷ്യരയില് പ്രായത്തിലാ വന്നെ. അതൊരു കഥയാണ്. നാളെ മനുഷ്യരയില് എഴുന്നേറ്റ് തന്നെ എല്ലാവർക്കും വരാൻ പോകുന്നില്ല. ഇല്ലെന്നേ, അതൊരു വെറും എല്ലാവരും 33 വയസ്സുള്ളവരായിരിക്കും. അതൊക്കെ പൊട്ടക്കഥകളാണ്. അതൊക്കെ വെറും എന്താ പറയാ, ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞുകൂടാത്തെ? ആൾക്കാർക്കേ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാ. അംബാനി മരിച്ചിട്ട് നമ്മളെ നാട്ടില് എന്താ പറയാ, മരിച്ചു കഴിഞ്ഞാല് ആൾക്കാര് പറന്ന് നടക്കുന്നുണ്ട്, പാലയിൽ താമസിക്കുന്നുണ്ട് എന്നൊക്കെ അവര് പറയില്ല. മറ്റേ ആ വളവില് സുമതി വളവിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞേക്കുണ്ട്. അതാ പറഞ്ഞത്, അതൊക്കെ മരിച്ചുപോയ ആൾക്കാർ ആത്മാവ് ഇവിടെ ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കഥകളെ കുറിച്ച് നാട്ടില് 100,000 കഥകളുണ്ടായിരുന്നു. ഒരു കഥ മാത്രമാണ് ഈ മഹ്ശറ. നിങ്ങൾ സമാധാനായിട്ട് ഇരിക്കും. എനിക്ക് അത് എന്നോട് പറയാനുള്ളൂ. ശരി ശരി, എല്ലാവർക്കും സമാധാനായിട്ടുണ്ടാവട്ടെ. അല്ല, ഞാൻ കുറെ കാലം രാഗത്തിനോട് ചോദിക്കാൻ വേണ്ടി നടന്നു. ഞാൻ ഒരിക്കൽ വിളിച്ചു 1-2 തവണ, അപ്പൊ എടുത്തില്ല കേട്ടോ. 1-2 തവണ ഞാൻ വിളിച്ചായിരുന്നു, അപ്പൊ എടുത്തില്ല. ഈ ഇവിടെ എല്ലാരും ചോദിക്കും അണ്ടിയാ മൂത്തത് മാവാ മൂത്തതെന്ന്. എന്ന് പറയാൻ പറ്റുമോ? ഏതാ ആദ്യം ഉണ്ടായത്? മാവില്ലെങ്കിൽ അണ്ടി? രണ്ട് തരത്തിലും ആൾക്കാർ പറയാറുണ്ട്. അതെങ്ങനെയാ? അത് രണ്ടായാലും അള്ളുണ്ടാക്കിയതാവൂല. എങ്ങനെ അള്ളുണ്ടാക്കാതെ ഇതൊന്നും ഉണ്ടാവില്ല. മാവ് എന്ന് പറയുന്നത് അപ്പൊ അള്ള എന്തുണ്ടാക്കി? ആദ്യം അണ്ടി ഉണ്ടാക്കിയോ മാവുണ്ടാക്കിയോ? മാവുണ്ടാക്കി. മാവും അതിന്റെ ഫലവും കൂടെ ഉണ്ടാക്കി. മാവും ഫലവും കൂടി അള്ള ആദ്യം ഉണ്ടാക്കി സൃഷ്ടിച്ചു. അപ്പൊ എളുപ്പമുണ്ട്. അപ്പൊ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ട കാര്യമില്ല. സിമ്പിൾ. ഇതല്ല അപ്പൊ അധികം പറയുന്നില്ല ആരാദ്യം ഉണ്ടായിരുന്നു. അതാ പറഞ്ഞ ഇത് 2 തരത്തിൽ വിശദീകരിക്കും. 2 തരത്തിലും ഇത് വിശദീകരിക്കാം. എങ്ങനെയാ? അതാ പറഞ്ഞ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്റെ ലിങ്ക് അയച്ചുതരാം. 2 രീതിയിൽ പറയാം. തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത്? തെങ്ങാണെന്നും പറയാം, തേങ്ങയാണെന്നും പറയാം. അത് 2 രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. അതിന് 2 റീസണിങ്ങും ഉണ്ട്. അതിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. വീണ്ടും വീണ്ടും നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കുള്ളൂ. ഞാനിങ്ങനൊരു കാര്യം ചോദിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരിക്കലും വൈരാഗ്യം ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിങ്ങളോട് അങ്ങനെ തോന്നിയോ? നിങ്ങൾക്കില്ലല്ലോ. ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത്, നിങ്ങൾ ഇത്തരം ചർച്ചകളിൽ വെറുതെ ഇടപെടാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് സമാധാനം ഉണ്ടാവാൻ നല്ലത്. ഞാൻ എന്ത് കണ്ടാലും നോക്കണ ആളാ, പക്ഷെ എനിക്കൊരു മനസ്സമാധാനക്കുറവില്ല. അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ തന്നെ മനസ്സമാധാനം നിലനിൽക്കട്ടെ. ശരി കേട്ടോ. ശരി ശരി. അസ്സലാമു അലൈക്കും. ശരി.